മനസ്സിലിങ്ങനെ റിപ്പീറ്റ് ചെയ്യുക, പേര് റിപ്പീറ്റ് ചെയ്യുക. ഇനി ആ ഫസ്റ്റ് ലെറ്റർ ഒന്ന് എൻ്റെ കണ്ണിലേക്ക് പാസ് ചെയ്യണ പോലെ ഇയാൾ ഒന്ന് പാസ് ചെയ്യണം. വായോണ്ട് പറയണ്ട, ജസ്റ്റ് ഒന്ന് പാസ് ചെയ്ത് അവിടുന്ന് അയാൾ നോക്കിയിട്ട് ആഷിഫ അല്ലേ, ആഷിഫ ഹായ് എന്ന് പറയുന്നുണ്ട്. ജസ്റ്റ് അങ്ങോട്ട് നോക്കിയിട്ട് ഒന്ന് ഹായ് കാണിച്ചിട്ട് ഒന്ന് പേര് പറയണ്ട. അൻഷിദ്, ഹായ് അൻഷിദ്. നന്നായിട്ട് റബ്ബ് ചെയ്ത് ഇങ്ങനെ ഓക്കെ അല്ലേ, കിട്ടുന്നുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് സ്മെല്ല് ചെയ്ത് നോക്കിയേ. ഇന്ന് ചാനൽ 10നോടൊപ്പം അതിഥിയായി കൂടെയുള്ളത് ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യമായി കൊണ്ട് വ്യത്യസ്തമായ മായാജാല വിദ്യയിൽ ലോക റെക്കോർഡ് സ്വന്തമാക്കിയ മഞ്ചേരിയുടെ അഭിമാനമായ പ്രതിഭ വൈഷ്ണവ് ജിത്തു ആണ് കൂടെയുള്ളത്. വൈഷ്ണവ്, എന്തായാലും വലിയൊരു അംഗീകാരത്തിന്റെ സന്തോഷ നിറവിലാണല്ലോ. എങ്ങനെയാണ് ഈ ഒരു സന്തോഷം ഞങ്ങളുടെ ചാനൽ 10 പ്രേക്ഷകരോട് പങ്കുവെക്കുന്നത്? ഇങ്ങനെ റെക്കോർഡ് കിട്ടിയതിൽ നല്ല സന്തോഷമുണ്ട്. ഞാൻ ഒരുപാട് ആഗ്രഹിച്ച സംഭവമായിരുന്നു, അത് കിട്ടി. ഇപ്പോൾ ഇങ്ങനെ റോപ്പ് എസ്കേപ്പ് എന്ന് പറഞ്ഞൊരു മായാജാല വിദ്യക്കാണ് ഇത് കിട്ടിയിട്ടുള്ളത്. കാലിക്കറ്റ് വെച്ച് നടന്നിട്ടുള്ള പ്രോഗ്രാമായിരുന്നു. അതിൽ RK മലയത്ത് സാറിൽ നിന്നാണ് മെഡൽ ഏറ്റുവാങ്ങിയിട്ടുള്ളത്. ഞാൻ സർട്ടിഫൈഡ് ഹിപ്നോട്ടിസ്റ്റാണ്, കൂടെ മെൻ്റലിസ്റ്റാണ്. പ്രോഗ്രാം എല്ലാം ചെയ്തു വരുന്നുണ്ട്. ഇങ്ങനെ മഞ്ചേരിയിൽ ആദ്യമായിട്ട് എനിക്കാണ് കിട്ടിയതിനുള്ളൊരു അതിയായ സന്തോഷമുണ്ട്. അത് ഞാൻ അറിയിക്കുകയാണ് എല്ലാവരും. നമ്മൾ ഏതൊരു മേഖലയാണെങ്കിലും ഒരുപാട് ആഗ്രഹിച്ച് കടന്നു വരുന്ന മേഖലകളാണല്ലോ. എങ്ങനെയാണ് വൈഷ്ണവ് ഈ ഒരു മേഖലയുടെ ഭാഗമായിട്ടുള്ളത്? ഞാനൊരു ക്യൂരിയോസിറ്റിൻ്റെ പുറത്ത് എത്തിച്ചേർന്നതാണ്. ഇങ്ങനെ പല ആൾക്കാർ ചെയ്യുന്നത് കാണുന്നുണ്ട്, പ്രോഗ്രാമായിട്ട് കാണുന്നുണ്ട്, ചാനലിൽ കാണുന്നുണ്ട്. അങ്ങനെ ഒരു ക്യൂരിയോസിറ്റിൻ്റെ പുറത്ത് ചെയ്തതാണ് മെൻ്റലിസം കോഴ്സ്. അതിൻ്റെ കൂടെ ഹിപ്നോട്ടിസ്റ്റായി ഇങ്ങനെ ഇപ്പോൾ മുന്നോട്ട് പോകുന്നുണ്ട്. നമ്മൾ ഏതൊരു മേഖലയിലേക്ക് കടന്നു വരുമ്പോഴും കൃത്യമായ ഒരു മോട്ടിവേറ്റർ ഉണ്ടാവുമല്ലോ. ആരാണ് താങ്കളുടെ ഗുരു? എൻ്റെ ഗുരു ഷെരീഫ് മാസ്റ്ററാണ്. ആൾ മെൻ്റലിസ്റ്റാണ്, ഇൻ്റർനാഷണൽ ട്രെയിനറാണ്. ആത്മീയ അക്കാദമിയുടെ കീഴിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ കോഴ്സ് കംപ്ലീറ്റ് ആയി ഇറങ്ങി, ഇപ്പോഴും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു കാലഘട്ടത്തിൽ മെൻ്റലിസം ഭയങ്കര ട്രെൻഡായി മാറുന്ന ഒരു സമയമാണല്ലോ. അതോടൊപ്പം തന്നെ ഒരുപാട് വിമർശനങ്ങളുമുണ്ട്. ഇതിൽ യാഥാർത്ഥ്യമില്ല, തട്ടിപ്പാണെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകളോട് എന്താണ് മറുപടി? അങ്ങനെയുള്ള ആളുകളോട് മറുപടി, ഇത് എക്സ്പീരിയൻസ് ചെയ്യാത്ത ആൾക്കാരാണ് ഇത് തട്ടിപ്പാണെന്ന് പറയുന്നത്. എക്സ്പീരിയൻസ് ചെയ്ത ഒരാളും തട്ടിപ്പാണെന്ന് പറയില്ല. കാരണം ബോധ്യപ്പെടലാണല്ലോ നമ്മുടെ ആവശ്യം. ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഒരിക്കലും തട്ടിപ്പാണെന്ന് അറിയില്ല. എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും പറയും ഇത് ഉള്ളതാണ്, അനുഭവത്തിൽ വരുന്നതാണെന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. എന്തായാലും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക എന്നൊരു വലിയൊരു ദൗത്യമാണല്ലോ നിങ്ങൾ ഏറ്റെടുക്കുന്നത്. അങ്ങനെ ഇക്കാലം അത്രയുമുള്ള അനുഭവങ്ങളിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച നിമിഷം അല്ലെങ്കിൽ വേദി ഏതായിരിക്കും? ഞാൻ ഹിപ്നോട്ടിസിൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രീറ്റ് ഹിപ്നോസിസ് ആണ് ചെയ്യുന്നത്. കാലിക്കറ്റ് ബീച്ചിൽ പോകുമ്പോൾ ഒരുപാട് അനുഭവങ്ങളുണ്ട് നമുക്ക്. പലരുടെയും സന്തോഷങ്ങളും അതിനനുസരിച്ച് മറുപറായിട്ട് ദുഃഖങ്ങളും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമുക്കൊരു കണക്കിന് സന്തോഷം എന്ന് പറയാൻ പറ്റില്ല, കാരണം ഇവരെ സങ്കടങ്ങളും എല്ലാം പറയും. ഇപ്പോൾ മരിച്ചു പോയ ഒരാളെ കാണുകയാണെന്നുണ്ടെങ്കിൽ അവർ പറയാൻ വിട്ടുപോയിട്ടുള്ള സംഭവങ്ങളെല്ലാം പറയുന്നത് ആ സാഹചര്യത്തിലാണ്. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് സന്തോഷമല്ല, പക്ഷെ നമ്മൾ അവരെ കാണിച്ചു കൊടുത്തല്ലോ എന്നുള്ളൊരു സംതൃപ്തി നമുക്കുണ്ട്. ഒരിക്കലും സന്തോഷമായിട്ട് കൂട്ടാൻ പറ്റില്ല. നമ്മൾ ഏതൊരു കലാമേഖലയാണെങ്കിലും വ്യത്യസ്തമായി ചെയ്യുമ്പോഴാണല്ലോ വ്യത്യസ്തരായി മാറുന്നത്. ഈ ഒരു മേഖലയിൽ താങ്കളുടെ പുതിയ പരീക്ഷണങ്ങൾ എന്തൊക്കെയാണ്? പുതിയ പരീക്ഷണങ്ങൾ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തെല്ലാം ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളത് സെർച്ചിങ്ങിലാണ്. എന്തായാലും ചെയ്യാൻ കഴിയുന്നുള്ള വിശ്വാസമുണ്ട്. നിങ്ങളെല്ലാവരും സപ്പോർട്ടോട് കൂടി ചെയ്യാൻ പറ്റുന്നുള്ളത് വിശ്വാസമുണ്ട്. കൂടാതെ ഗുരുനാഥൻ്റെ ഒരു സപ്പോർട്ടും കൂടി കൂടെ ഉണ്ട്. നമ്മൾ ഏതൊരു മേഖലയാണെങ്കിലും നമ്മുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത് ലൈവായി നിൽക്കുക എന്ന് തന്നെയാണല്ലോ. ഇനിയുള്ള സമയത്ത് പ്രോഗ്രാംസ് ചെയ്യാനുള്ള പ്ലാനിംഗ് ഉണ്ട്. ഒരുപാട് വിദേശ രാജ്യങ്ങളിലൊക്കെ ഒരുപാട് സാധ്യതകളുണ്ട്. വിദേശ പരിപാടികളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ? സ്റ്റേജ് പ്രോഗ്രാം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. നാട്ടിലും അതുപോലെ തന്നെ വിദേശത്തും പോകണം എന്നുള്ള ആഗ്രഹമുണ്ട്. ഇപ്പോൾ ഈ അംഗീകാരം കിട്ടിയത് ഒന്നുകൂടെ കരുത്തായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പിന്നിൽ കുറേ പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ സഹായത്തോടെ മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഒരു മെന്റലിസ്റ്റിനെ കയ്യിൽ കിട്ടുമ്പോൾ പ്രേക്ഷകർ എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് ലൈവായി നിങ്ങൾ എന്തെങ്കിലും ചെയ്താൽ കൊള്ളാമെന്നൊരു ആഗ്രഹം പ്രേക്ഷകർക്കുണ്ടാവും. എന്തെങ്കിലും ഒന്ന് ചെയ്തു നോക്കിയാലോ? തീർച്ചയായിട്ടും ചെയ്യാം. ഓക്കെ, എൻ്റെ കയ്യിൽ കുറച്ച് കാർഡ്സ് ഉണ്ട്. പ്ലെയിങ് കാർഡ്സ് ആണ്, അറിയാലോ. ഓക്കെ, ഷഫിൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാനിത് ഇങ്ങനെ ഷഫിൾ ചെയ്യുന്ന ടൈമിൽ ഏതെങ്കിലും ഒരു കാർഡിൽ കൈ വയ്ക്കുക. ഓക്കെ, എന്നെ കാണിക്കണ്ട കാർഡ്, അത് കൈ വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, ഫൈൻ. ജസ്റ്റ് അത് നിങ്ങളെ വലത് കൈ ഇങ്ങനെ പിടിച്ചിട്ടേ കയ്യിൽ വയ്ക്കുമോ, തിരിച്ച് വെച്ചാൽ മതി. കാർഡ് എന്നെ കാണിക്കണ്ട. ഓക്കെ, ഫൈൻ. നിങ്ങളുടെ ഈ വിരൽ
ഇത് സെൻറ്റർ പോയിന്റിൽ വെക്കുന്നത്. ഓക്കെ ഓക്കെ അല്ലേ? അതിൻ്റെ ആ കാർഡിൽ വരുന്ന നമ്പർ നിങ്ങൾ മനസ്സിൽ നന്നായിട്ട് റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ, ആ റിപ്പീറ്റ് ചെയ്ത നമ്പർ എനിക്ക് പാസ് ചെയ്യാനായിട്ട് ചെയ്യാം. ഓക്കെ, നമ്പർ 6 ആണോ? ഓക്കെ ഓക്കെ ഓക്കെ, 1 മിനിറ്റ്. അതിൽ വരുന്ന സിമ്പല് ഒരു ആലില പോലത്തെ ക്ലൗഡ്സ് ആണോ? ഒന്ന് കാണിച്ചേ, ഒന്ന് എടുത്ത് കാണിച്ചേ. എന്തായാലും നമ്മളൊരു ഐറ്റം കണ്ടു, പ്രേക്ഷകരെ വീണ്ടും ആഗ്രഹിക്കുന്നുണ്ട് എന്തെങ്കിലും ഒന്ന് കണ്ടാൽ കൊള്ളാമെന്ന്. ഒന്നുകൂടി ആയാലോ? തീർച്ചയായിട്ടും. നമുക്ക് എല്ലാവർക്കും ഒരു മാഗ്നറ്റിക് പവർ ഉണ്ട്. നമ്മൾ കാണാത്ത പവർ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. നമ്മൾ കാണുന്നില്ല ആ പവർ എന്താണ്, നമ്മൾ അറിയുന്നില്ല. പക്ഷെ നമ്മളെല്ലാവരുടെ ധൈര്യത്തിലും ഒരു മാഗ്നറ്റിക് പവർ ഉണ്ട്. ആ മാഗ്നറ്റിക് പവർ ഉപയോഗിച്ചാണ് ഞാൻ ജസ്റ്റ് ഈ ഗ്ലാസ് ഒന്ന് ഞാൻ മറിച്ചിടാൻ നോക്കണം. ഓക്കെ, പേപ്പർ ഗ്ലാസ് ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും, ഞാൻ ഊതുന്നുണ്ട്, പക്ഷേ ഊതിക്കഴിഞ്ഞാൽ മൈക്കിൽ സൗണ്ട് കേൾക്കും, മൈക്ക് ഉണ്ടല്ലോ. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് ശ്രമിക്കണേ. നന്നായിട്ട് റബ്ബ് ചെയ്ത് ഇങ്ങനെ ഓക്കെ അല്ലേ? കിട്ടുന്നുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് സ്മെല് ചെയ്ത് നോക്കിയേ. ഈ സമയം അത്രയും പ്രേക്ഷകർ കണ്ട നിരവധിയായ വ്യത്യസ്തകൾ തന്നെയാണ് ഈ ഒരു കലാകാരനെ മറ്റു കലാപ്രതിഭകളിൽ നിന്നും വ്യത്യസ്തനാകുന്നത്. ആ ഒരു വ്യത്യസ്തതയ്ക്ക് ലഭിച്ച അംഗീകാരമാണ് ഒരു ലോക റെക്കോർഡിന്റെ നിറവിൽ ഈ ഒരു കലാകാരനുള്ളത്. ഇനിയും ഒരുപാട് അംഗീകാരങ്ങളിലൂടെ ഈ ഒരു കലാകാരന് മുന്നേറാൻ സാധിക്കട്ടെ എന്ന് ഈ ഒരു സമയത്ത് നമുക്കും ആശംസിക്കാം. മഞ്ചേരിയിൽ നിന്നും ക്യാമറമാൻ KT പ്രമോദിനൊപ്പം അജ്നാസ് കൂടരഞ്ഞി, ചാനൽ 10 മഞ്ചേരി. അൽസലാമ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ 20ാം വർഷത്തിലേക്ക് 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, തിമിര ശസ്ത്രക്രിയ, ഗ്ലോക്കോമ, റെറ്റിന വിഭാഗം, കോർണിയ, ലേസർ ചികിത്സാ വിഭാഗം, കോൺടാക്ട് ലെൻസ് ക്ലിനിക്, ഓപ്റ്റിക്കൽ, ഫാർമസി, ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.